അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിജോ പുറത്തായി എന്ന് ഇപ്പോൾ ഒരു ന്യൂസൊക്കെ വെളിയിൽ വരുന്നുണ്ട്. 100% പുറത്തായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിലൊക്കെ ചിലതൊക്കെ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൺഫെയർ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നിയില്ല. പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. കൃത്യമായി നമ്മളുടെ ചാനലിന്റെ താഴെയൊക്കെ നേരത്തെ കുറച്ച് കമന്റുകളൊക്കെ വന്നിരുന്നു. PR വർക്കേഴ്സ് ആണ്, നിങ്ങൾ ഇത്രയും പേരുടെ PR എടുത്തിട്ടുണ്ട്, നിങ്ങൾ PR അല്ലേ. ഇപ്പൊ ആരെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ PR ആ, എതിർ ടീം വന്നിട്ട് നമ്മൾ PR ആണെന്ന്. ഇതുവരെയും ഒരു PR എടുക്കേണ്ട ഒരു ഗതികേടൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇത്രയും നമ്മൾ കഴിഞ്ഞ സീസൺ മുതലാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് വീഡിയോസ് തന്നെ. കഴിഞ്ഞ സീസണിലായാലും ഈ സീസണിലായാലും ഞങ്ങൾക്ക് ആരുടെയും PR എടുക്കേണ്ട ഒരു ആവശ്യവും ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ PR കൊണ്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറ്റില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പൊ ഈ നമ്മളെ ഏതെങ്കിലും കണ്ടസ്റ്റന്റിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും അഭിപ്രായം, നമ്മൾ കാണുന്ന നമ്മളെ അഭിപ്രായം നമ്മൾ പറയുന്നത്, പ്രേക്ഷകരോട് പറയുന്നത്, അല്ലെങ്കിൽ ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയുന്നത്, അത് ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ അതിന് ഇവിടെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ PR എടുത്തിട്ടല്ലേ സംസാരിക്കുന്നത്, നിങ്ങൾ PR-കളാണല്ലോ, നിങ്ങൾ ഇന്നഹളുടെ PR ആണ്. അപ്പൊ ഇവിടെ PR എടുക്കേണ്ട ആവശ്യം ആർക്കും വന്നിട്ടില്ല. ഞങ്ങൾക്ക് PR-ന്റെ ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ PR ആടെ എടുത്തിട്ടില്ല. പിന്നെ രണ്ടാമത് ഞങ്ങൾ പറയാനുള്ള കാര്യം, ഞങ്ങളുടെ കൃത്യമായ റിവ്യൂസ് ആണ് നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ ആ ലൈവിൽ കാണുന്നത് എന്താണ്, അത് നമുക്ക് തോന്നുന്ന ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ആരെയും വെളുപ്പിക്കാനും ഒന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഈ സീസണിൽ ആരെ വെളുപ്പിക്കാനാണ്? അല്ലെങ്കിൽ ഈ സീസൺ ഇതുപോലൊരു പരാജയപ്പെട്ട ഒരു സീസൺ. ഞാൻ 1ാമത്തെ സീസൺ മുതൽ 6ാമത്തെ സീസൺ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു. 5 സീസൺ വരെ വോട്ട് ചെയ്ത ആളാണ്. ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് നമ്മൾ വോട്ട് ചെയ്യും. പക്ഷെ ഈ സീസണിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ ഇന്ന് ദിവസം വരെ ഞാൻ ഒരു കണ്ടസ്റ്റന്റിന് പോലും വോട്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ലെന്ന് വെച്ചാൽ, എനിക്ക് അവിടെ നല്ലൊരു ഗെയിമറായിട്ട് തോന്നിയ ആരുമേ ഇല്ല. അതിപ്പം ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് പേര് കയറി വരുന്നുണ്ട്. ഫൈനലിൽ പോലും എനിക്ക് വോട്ട് ചെയ്യണമെന്നില്ല. എന്നാലും തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ ആർക്കെങ്കിലും ഒരു വോട്ട് കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഈ സീസണിൽ ഇതുവരെ വോട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അതുപോലെ നമുക്ക് ആരെയും ഈ പറഞ്ഞ പോലെ ആരെയും പൊക്കി പറഞ്ഞ് നമുക്കും സാധിക്കാനൊന്നുമില്ല. ഇവിടെ വന്നിട്ട് കുറെ കരയുന്ന ആൾക്കാരുണ്ട് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട്. നമ്മളെല്ലാരെയും കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് കണ്ടാൽ നമ്മൾ നെഗറ്റീവ് എന്ന് തന്നെ പറയും. നെഗറ്റീവ് നമ്മൾ പോസിറ്റീവ് ആക്കാൻ പറ്റൂ? പോസിറ്റീവ് കണ്ടാൽ അതിനെ പോസിറ്റീവായിട്ട് തന്നെ പറയണം. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കുന്നു, ഇന്ന ആളെ നിങ്ങൾ മറ്റേ ആളുടെ PR ആണ്. അത് ഓരോ ഫാൻസുകാരും ഓരോ സമയത്ത് ഓരോ സൈഡിൽ വന്ന് പിന്നെ സംസാരിക്കും. അപ്പം ചുരുക്കത്തിൽ ഞാൻ പറയാൻ വന്നത്, നമുക്ക് ആരുടെയും PR എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ലൈവ് കാണുമ്പോൾ എന്താണോ കൃത്യമായി തോന്നുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കമന്റ് ബോക്സിൽ വന്ന് കരയുന്നവർക്ക് നല്ല കരയാം, PR എന്ന് പറഞ്ഞ് കരയാം, എന്തും ചെയ്യാം. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. നമ്മളത് സത്യം പറഞ്ഞാൽ ഞാൻ കമന്റ് ഒക്കെ വായിച്ച് ചിരിക്കാറുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ചാനലിലൊക്കെ ആര് PR തരാനാണ്? ശരി, ഇനിയിപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. വിഷയം സിജോ പുറത്തായി എന്നുള്ളതാണ്. അപ്പൊ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. കുറെ യൂട്യൂബേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. അൺഫെയർ ആണ് സിജോ ഔട്ട്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് സിജോയുടെ എവിക്ഷൻ. കാരണം സിജോ ആദ്യം വന്ന സമയത്ത് വന്ന ഒരാഴ്ച മാത്രം ഒന്ന് പൊങ്ങി നിന്നു. എങ്ങനെ ഒരു ഗെയിം കളിച്ചു. ആ ഗെയിമില് കുറച്ച് അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ, ഗെയിമല്ലേ, ഗെയിം ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതിനുശേഷം അവിടെ റോക്കി ഉള്ളപ്പോൾ തന്നെ സിജോ കുറച്ച് ഡൗൺ ആയിരുന്നു. ആ സമയത്ത് എല്ലാവരും പറയും സിജോ അവിടുന്ന് ഇടി കിട്ടിയിട്ട് പോയതിനു ശേഷമാണ്, റോക്കിയുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയിട്ട് പോയതിനു ശേഷമാണ് സിജോ ഇങ്ങനെ ആയതെന്ന്. അതൊന്നുമല്ല. അല്ലാതെ തന്നെ അവിടെ നിൽക്കുമ്പം ആ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, ആ ഒരു വന്ന ഒരാഴ്ച, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സിജോ ഡൗൺ ആയിരുന്നു. പിന്നെ സിജോയ്ക്ക് കുറെ യൂട്യൂബേഴ്സ് ഇടുന്നോട് സിജോ വലിയ പുള്ളികളാണ്, സിജോ വലിയ താരമാണ്, യൂട്യൂബിലെ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഫാൻസുകൾ ഉണ്ടായി. എന്നാലും അത്രയ്ക്കൊന്നും ഫാൻസ് ഉണ്ടായില്ല. ചിലവരൊക്കെ താട്ടി അങ്ങ് വിടുകയായിരുന്നു സിജോ വലിയ പ്ലെയർ ആണെന്നൊക്കെ. എനിക്ക് വലിയ പ്ലെയർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ ലാസ്റ്റ് നിമിഷം ഈ ഒരു ടാസ്ക് വന്നല്ലോ, മറ്റേ ഇതടിക്കുന്ന പഞ്ച് ചെയ്യുന്ന ഒരു സീലടിക്കുന്ന ഒരു ടാസ്ക്, അതില് അത്യാവശ്യം ഒരു പെർഫോം ചെയ്തു. എനിക്ക് തോന്നി കുഴപ്പമില്ല, തിരിച്ചു വരുന്നുണ്ടെന്ന്. അതിപ്പം ജാസ്മിനെ കയറി അറ്റാക്ക് ചെയ്തുകൊണ്ടോ ഒന്നും അല്ല. പുള്ളി ആ സമയം മുതൽ ഒന്ന് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ഇപ്പം സിജോ വലിയ താരമാണ്. ഇപ്പൊ ഞാനത് കമന്റുകളൊക്കെ ഓരോന്നിൽ പോയിട്ട് കമന്റുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് സിജോ അത് വലിയ സംഭവമായിട്ടൊക്കെ പറഞ്ഞു. ഈ 24/7 കണ്ട് ഞാൻ ഇത്രയും സീസണിൽ കാണുന്ന ആളാണ്. പിന്നെ 24/7 സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ 24/7 കാണുന്ന ആളാണ്. എനിക്ക് വലിയ പ്ലെയർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പറയുന്നതുകൊണ്ട് ആർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ അത് കറക്റ്റ് ആണ് എന്ന് പറയണം. ഫാനിസം മനസ്സിൽ വെച്ചിട്ട് എന്റെ ആള് ചെയ്യുന്നത് എല്ലാം ശരിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവിടെ എന്ത് ഗെയിമാണ് കളിച്ചതെന്ന് കൂടെ നിങ്ങൾ പറയണം. എല്ലാവരും പറയുന്നുണ്ട് സായി കൃഷ്ണയാണ് വൈൽഡ് കാർഡായിട്ട് പോയിട്ട് സിജോയുടെ ഗെയിം കളഞ്ഞു വന്നത്. സത്യമായ കാര്യമാണ്. സായി കൃഷ്ണ ഇവിടുന്ന് പോയി, പിന്നെ സിജോ വന്നു, സിജോയുമായിട്ട് കമ്പനി നേരത്തെ കൊണ്ടായിരിക്കാം.
അപ്പൊ അകത്ത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയവരെല്ലാം വിചാരിച്ച സായി കൃഷ്ണൻ എന്തോ വലിയ സംഭവമാണെന്ന്. സായി കൃഷ്ണൻ ഇവിടെ വലിയ സബ്സ്ക്രൈബറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. യൂട്യൂബിലൊക്കെ കിടന്ന് എല്ലാവരെയും തകർത്തടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവിടെ പോയിട്ട് പുള്ളിക്കാരൻ എല്ലാവരെയും വിളിച്ചിട്ട് പ്ലാനിങ്ങാണ്. അതിനകത്ത് പ്ലാനിങ്ങിൽ ആദ്യം വേണം സിജോയാണ്. സിജോ വിചാരിച്ചു പുള്ളി വരുന്ന വെളിയിൽ നിന്ന് വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന്. ഈ ഗെയിം, ഈ സീസണിലെ ഗെയിം എന്ന് വെച്ചാൽ അവിടെ സായി അകത്ത് കയറി പോയതിനു ശേഷവും ഗെയിം ഇവിടെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓരോരുത്തരുടെ മൈൻഡുകളും അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ അകത്തിരിക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, സിജോയും ഇതുപോലെ വെളിയിൽ നിന്ന് ഗെയിം കണ്ടിട്ട് പോയ ആളാണ്. അപ്പൊ ഇവർ തമ്മിൽ അങ്ങ് ചേർന്ന് പിന്നെ അങ്ങ് പ്ലാനിങ് ആയിരുന്നു. ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വെറുപ്പിച്ച് മനുഷ്യനെ ഒരു പരുവത്തിലാക്കുന്ന ഒരു പ്ലാനിങ്. അതിന്റെ കൂട്ടത്തിൽ നന്ദനയും കൂടെ അങ്ങ് ചേർന്നു. നന്ദന എനിക്ക് തോന്നുന്നു പെട്ടുപോയതാണെന്ന്. എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന എല്ലാവരുമായിട്ടും വലിയ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ, ഫേമസ് ആയ കുറച്ച് രണ്ടുപേര് സോഷ്യൽ മീഡിയ വഴി. അപ്പൊ എനിക്കും അതിന്റെ ഒരു എഫക്ട് കിട്ടുമെന്ന് പറഞ്ഞായിരിക്കാം ആദ്യം നന്ദന കൂടിയത്. അതിനുശേഷം നന്ദന പെങ്ങൾ കുട്ടിയായി. പിന്നെ ഒന്നും പറയുന്നുണ്ടെന്ന് തോന്നരുത്. നമ്മൾ ഈ ബിഗ് ബോസിൽ പോകുന്നത് ബന്ധം സ്ഥാപിക്കാനോ ഫ്രണ്ട്ഷിപ്പ് കൂടാനോ പെങ്ങന്മാരെ കിട്ടാനോ ഒന്നുമല്ല. നമുക്ക് അവിടെ ഗെയിം എന്നൊരു സംഭവം ഉണ്ട്. ആ ഗെയിം കളിക്കുക, വിൻ ആവുക എന്നുള്ളതായിരിക്കണം ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്ത. എനിക്ക് തോന്നുന്നു ഈ 6th സീസണിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കാനാണെന്ന് പറഞ്ഞ് മറന്നുപോയ സീസൺ. ഈ 6ാമത്തെ സീസണിൽ പോയ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരെണ്ണം പോലും ഇല്ല അല്ലാതെ പോയത്. സിജോ ഔട്ടായാലും എനിക്ക് അൺഫെയർ ആയിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് ഫെയർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അതിനകത്ത് ശ്രീതു എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻസ് ഇരിപ്പുണ്ട്. എനിക്കറിയത്തില്ല ആരെ വോട്ട് കൊടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് വോട്ടുകൾ വരുന്നുണ്ടെന്ന്. ആ വോട്ടിലൊക്കെ നിന്ന് പോകുന്നതാ. ശ്രീതു അവിടെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. അവിടെ വന്ന് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വിതറി അർജുന്റെ കൂടെ കുറച്ച് അർജുൻ, സത്യം പറഞ്ഞാൽ അർജുൻ ഉള്ളത് കൊണ്ടാണ് ശ്രീതു അവിടെ നിന്ന് പോയത്. അല്ല ശ്രീതു ചിലർ പറയും ശ്രീതു ഉള്ളതുകൊണ്ടാണ് അർജുൻ നിൽക്കുന്നത്. ഒരിക്കലും അല്ല, അർജുൻ ഉള്ളത് കൊണ്ടാണ് അവിടെ ശ്രീതു നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ശ്രീതു എന്നെ ഔട്ടായേനെ. ഈ ലെവലിൽ കളിച്ചു വരുന്ന ആൾക്കാരിൽ ഇപ്പോഴത്തെ ഒരു 50 ദിവസം കഴിഞ്ഞിട്ടുള്ളത് പറയാം. 50 ദിവസം മുന്നേ ഉള്ളതല്ല, 50 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ കളിച്ചു വരുന്ന കുറെ പേരുണ്ട്. അതില് ഗെയിം കളിക്കുക എന്ന് വെച്ചാൽ ടാസ്ക് കളിച്ച് ജയിക്കുകയും അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് കൃത്യമായി കളിക്കുകയും അതിൽ കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആളാണ് അർജുൻ. അല്ലാതെ അവിടെ ഒരു ബിഗ് ബോസ് ഗെയിമർ അല്ല, ബിഗ് ബോസിന്റെ ഒരു മെറ്റീരിയൽ ഒന്നും അല്ല ഈ അർജുനും ഈ ജിൻഡോ ആയിക്കോട്ടെ ആരായിക്കോട്ടെ. പക്ഷെ ഗെയിമിൽ ആ ടാസ്കില് അത് നല്ലപോലെ പെർഫോം ചെയ്യാം. പല ടാസ്കുകളിലും അർജുൻ നല്ല പെർഫോം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ അർജുൻ ഇപ്പൊ കപ്പടിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നത്. അതുപോലെ ജിൻഡോ ആണെങ്കിൽ ആ ഗബ്രിയും ജാസ്മിനും അവിടെ കളിച്ച നെഗറ്റീവ് ഗെയിമിനിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി അവിടെ ഒരു ഗെയിം അവിടെ തന്റേതായ ഗെയിം കളിച്ച് വന്ന ഒരാളാണ്. അപ്പൊ എല്ലാവരും നോക്കിയപ്പോൾ ഒരു ഒറ്റപ്പുള്ള സ്ട്രാറ്റജി ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവരുടെയൊക്കെ ഈ വെറുപ്പേര് കാരണം ജിൻഡോയെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ആൾക്കാർ. ഇപ്പൊ പക്ഷേ ജിൻഡോ ഡൗൺ ആണ്. ഇപ്പൊ ജിൻഡോ ഡൗൺ ആയപ്പോൾ അവിടെ കയറുന്ന കുറെ പേരെന്ന് വെച്ചാൽ അർജുൻ, അഭിഷേക്, ഈ രണ്ടുപേരും ജിൻഡോയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ്. കടുത്ത വെല്ലുവിളി എന്ന് വെച്ചാൽ ഏത് സമയവും വോട്ട് മറിയുകയും തിരികെല്ലാം ചെയ്യാം. എല്ലാവരും പറയും ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാതിരിക്കാൻ ബി ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ, ജാസ്മിനാണ് കപ്പ് കൊടുക്കുന്നതെന്ന്. എനിക്കറിയില്ല അതെന്തുവാണ്, അതിന്റെ സത്യാവസ്ഥ എങ്ങനെ അതെങ്ങനെ പോകുമെന്നും അറിയില്ല. പക്ഷെ ജാസ്മിൻ കപ്പെടുക്കാനുള്ള ഒരു വോട്ടിംഗ് പെർസെന്റേജ് ഒന്നും ജാസ്മിൻ ഇല്ല. പക്ഷെ ഇപ്പൊ ജാസ്മിനേക്കാൾ മുകളിൽ അർജുൻ വന്നിട്ടുണ്ട്. അപ്പോൾ അർജുനും കപ്പടിക്കാം, അഭിഷേകിനും കപ്പടിക്കാം, ജിൻഡോയ്ക്കും കപ്പടിക്കാം. എന്റെ ഒരു ഇതാണ്. പിന്നെ ബിഗ് ബോസ് വിചാരിച്ച ചിലപ്പോൾ ജാസ്മിനും കപ്പടിക്കാം. ജാസ്മിൻ ഒരു വിന്നിംഗ് മെറ്റീരിയലേ അല്ല. ജാസ്മിനാണ് ഇവിടെ ഷോ കൊണ്ടുപോയത്. എല്ലാവരും പറയും ജാസ്മിനാണ് ഷോ കൊണ്ടുപോയത്. ഈ ബിഗ് ബോസ് ഷോ സീസൺ 6 ജാസ്മിൻ എന്ന പേരിൽ അറിയപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നെഗറ്റീവ് ഗെയിം ആണെങ്കിലും അവൾ കളിച്ചില്ല എന്നൊക്കെയാ പറയുന്നത്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. നെഗറ്റീവ് കളിച്ചോ നീ പോസിറ്റീവ് കളിച്ചോ ഒന്നുമില്ല. പ്രേക്ഷകർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അതാണ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എവിടെ വോട്ടിട്ട് നോക്കിയാലും എങ്ങനെ നോക്കിയാലും ജാസ്മിന് വോട്ടിംഗ് ശതമാനം ഭയങ്കര കുറവാണ്. അതുവെച്ചാൽ ജാസ്മിന് നെഗറ്റീവ് ഗെയിം തന്നെയാണ്. ഇപ്പൊ നെഗറ്റീവ് ഗെയിം കളിച്ചതുകൊണ്ട് ജാസ്മിന് കപ്പ് കൊടുക്കുകയെന്ന് ഞാൻ പറയത്തില്ല. ഈ ടോപ്പ് 5 വരുമ്പോൾ മൂന്നാമത്തെ സ്ഥാനത്തായിരിക്കും ജാസ്മിൻ നിൽക്കുന്നത്. 1ഉം 2ഉം മിക്കവാറും അർജുനും ജിൻഡോയും ആയിരിക്കാം, അല്ലെങ്കിൽ അഭിഷേക് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതില് മോഹൻലാലിന്റെ അങ്ങോട്ട് നിൽക്കാനും ഇങ്ങോട്ട് നിൽക്കാനും ഒന്നിൽ ജിൻഡോ അഭിഷേക് അല്ലെങ്കിൽ ജിൻഡോ അർജുൻ ഇങ്ങനെ വരത്തുള്ളൂ. വോട്ടിംഗ് ശതമാനം അങ്ങനെ തന്നെയാണ് പോകുന്നത്. ജിൻഡോയുടെ അടുത്തേക്ക് ഒരു വോട്ടിംഗ് ശതമാനം ഇപ്പം മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു കാൽക്കുലേഷൻ അർജുൻ തന്നെയാണ്. അഭിഷേക് അപ്പോഴും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.